പണവും പ്രശസ്തിയും ഉന്നത ബന്ധങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും സ്വന്തം കുടുംബം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താണ് പ്രയോജനമല്ലേ? സെലിബ്രിറ്റി പരിവേഷത്തിലെത്തുമ്പോൾ പലരും പല മൂല്യങ്ങളും മറന്നു പോകുകയാണ്. ഒടുവിൽ കുടുംബജീവിതം തകരുമ്പോഴാണ് തിരിച്ചറിവുണ്ടാകുന്നത്. തമിഴ് നടൻ ജയൻ രവിയുടെ അനുഭവം തന്നെ ഒന്ന് പരിശോധിക്കാം. ഒട്ടേറെ സിനിമകളും പുരസ്കാരങ്ങളും പണവുമൊക്കെ കയ്യിൽ വന്നപ്പോൾ കുടുംബം തകർന്നു. ഏറെ സ്നേഹിക്കുന്ന മക്കൾ പോലും അകന്നു. ഒടുവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താരം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു. ഭാര്യ ആർത്തിയുമായുള്ള വിവാഹമോചന നടപടികൾ പൂർത്തിയാകുന്നതുവരെയും സിനിമയിൽ ഇനി അഭിനയിക്കില്ലെന്നാണ് താരം പറയുന്നത്. മക്കളെ കാണാൻ അനുവദിക്കുന്നില്ലെന്നും മാനസികമായി താൻ തകർന്നു പോയെന്നും വ്യക്തമാക്കിയ ജയൻ രവി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായ സൂചനകളും നൽകിയിട്ടുണ്ട്. ചെന്നൈയിൽ നടത്തിയ അടിയന്തര വാർത്താ സമ്മേളനത്തിലായിരുന്നു താരത്തിന്റെ വൈകാരിക പ്രതികരണം. വാർത്താ സമ്മേളനത്തിൽ അതീവ ദുഃഖിതനായി കാണപ്പെട്ട രവി മോഹൻ തന്റെ വ്യക്തിജീവിതത്തിലെ കടുത്ത പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞു. വിവാഹമോചന നടപടികൾ പൂർത്തിയാകും വരെ അഭിനയിക്കില്ല. കടുത്ത അപമാനം സഹിച്ചാണ് താൻ ഭാര്യ ആർത്തിക്കൊപ്പം ജീവിച്ചതെന്നും രവി മോഹൻ വ്യക്തമാക്കി. വർഷങ്ങളായി തന്നെ ഒരു അടിമയെപ്പോലെയാണ് കണക്കാക്കിയിരുന്നത്. സഹിക്കാവുന്നതിന്റെ അപ്പുറമായി ഇത്രയും ദിവസം ഒന്നും പറയാതെ ഇരുന്നു. ആളുകൾ കരുതുന്നത് ജയൻ രവി എന്ന രവി മോഹൻ സോഫ്റ്റായ മനുഷ്യനാണെന്നാണ്. താൻ അങ്ങനെയായിരുന്നു, എന്നാൽ ഇനി അങ്ങനെ ആയിരിക്കില്ലെന്നും രവി മോഹൻ പറയുന്നു. சாரிங்க, நான் நடிக்க மாட்டேன். ஸ்க்ரீனில் எப்போ என் படம் வரும் எனக்கே தெரியாது. உங்கள் எல்லாரையும் சாரி சொல்லிக்கிறேன். தயவு செஞ்சு வேண்டி கேட்டுக்கிறேன், என்னோட இந்த டெசிஷனை இப்படியே விட்டுருங்க. என்னால் வேலை செய்ய முடியல. நான் என் பர்சனல் லைஃப்பை க்ளீன் பண்ணிவிட்டு எனக்கு என்ன இமேஜ் இருந்ததோ அதை நான் காப்பாற்றிக்கிட்டு நான் கண்டிப்பாக திரும்பி வருவேன். அது கடவுள் கையில் இருக்கு. രവി മോഹനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്ന സൂചന നൽകി സുഹൃത്തും തെറാപ്പിസ്റ്റുമായ കെനീഷ ഫ്രാൻസിസ് വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടൻ വാർത്താ സമ്മേളനം വിളിച്ചത്. ആർത്തിക്കും കുടുംബത്തിനും വേണ്ടത് തന്റെ ജീവനാണ്. ആത്മഹത്യയെക്കുറിച്ച് പോലും താൻ ചിന്തിച്ചു തുടങ്ങിയെന്ന് തൊണ്ടയിടറിക്കൊണ്ട് രവി മോഹൻ വെളിപ്പെടുത്തി. പക്ഷേ തന്നോട് ചെയ്തവർക്കുള്ളത് കൊടുത്തിട്ടേ താൻ പോകൂ. ഈ വിവാഹബന്ധം വേണ്ടെന്ന് മാതാപിതാക്കൾ കാലുപിടിച്ച് പറഞ്ഞതാണ്. എന്നാൽ അന്നവർ പറഞ്ഞത് കേട്ടില്ല. കുട്ടികളെപ്പോലും കാണാൻ സമ്മതിക്കുന്നില്ല. തന്റെ ജീവിതത്തിൽ വലിയ അന്യായമാണ് നടന്നത്. പറയാൻ പോലും കഴിയാത്ത രീതിയിൽ അന്യായങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്രയും കാലം സമ്പാദിച്ചിട്ടും ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. തനിക്കെതിരെ കുറെ കേസുകളുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം സ്വയം മുറിവേൽപ്പിച്ച കൈയും വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടി. കെനീഷയ്ക്ക് നല്ലൊരു ജീവിതം ആശംസിക്കുകയാണ്. കുടുംബങ്ങൾ തകർത്ത ശേഷം പൊതുവേദികളിൽ ഫെമിനിസം പ്രസംഗിച്ചിട്ട് എന്താണ് കാര്യമെന്നും തമിഴിലെ ഒരു നടിയുടെ പേര് പറയാതെ രവി മോഹൻ വിമർശിച്ചു. നടന്റെ വെളിപ്പെടുത്തൽ തമിഴ് സിനിമാ ലോകത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 ചെന്നൈ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.